ഹായ് ഗായ്സ്, നമ്മൾ മിക്കപ്പോഴും വരുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ജെൽസ് ആൻഡ് ക്രീംസ് ഒക്കെ ആയിട്ടാണ് കേട്ടോ. ഇന്നും അതുപോലത്തെ നല്ലൊരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്കിൻ വൈറ്റനിങ് ക്രീമിൻ്റെ റെമഡി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആ ക്രീം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ കാണുന്ന മുട്ട വെച്ചിട്ടാണ് കേട്ടോ. മുട്ട വെച്ചിട്ടുള്ള ക്രീം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ലയെന്ന് തന്നെ വേണം പറയാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ തന്നെ ഓണായിട്ട് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് കേട്ടോ. ഇത് നമ്മുടേതായിട്ടുള്ള ഐഡിയയിൽ നമ്മൾ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഇവിടെ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. മുട്ട മാത്രമല്ല, ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടി, കുറച്ചെന്ന് പറഞ്ഞാൽ ഒത്തിരി ഒന്നുമില്ല, 1-2 സാധനങ്ങൾ കൂടി നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു ജെല്ലായിട്ട് നമ്മളിത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്, മുട്ട ഉപയോഗിച്ചിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് നല്ല രീതിക്ക് ലൈറ്റൻ ചെയ്യാനായിട്ട് ഒരു 3 to 5 ഷെയ്ഡ്സ് നമുക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും. മാത്രമല്ല നമ്മുടെ സ്കിന്ന് നല്ല ഹൈഡ്രേറ്റ് ആൻഡ് മോയ്സ്ചറായിട്ട് ഇരിക്കും. അതുപോലെ തന്നെ നല്ല രീതിക്ക് പ്രായം കുറഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. എന്തുകൊണ്ടാണ്? നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ചുളിവുകളും പാടുകളൊക്കെ കുറയുമ്പോൾ നമുക്ക് എന്തായാലും ഒരു 10 വയസ്സ് കുറഞ്ഞിരിക്കും. അപ്പോൾ അതിനൊക്കെ പറ്റിയിട്ടുള്ള ഈ ഒരു മുട്ട കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഈ ജെല്ല് എങ്ങനെ തയ്യാറാക്കി എടുത്തു എന്നുള്ള വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഗൈസ്, ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യം നമുക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. മുട്ടയുടെ വെള്ളയാണ് ഞാനിവിടെ എടുക്കുന്നത്. മാക്സിമം 2 എടുക്കാൻ പറ്റുകയാണെന്ന് വെച്ചാൽ 2 എടുത്തോളൂ. കാരണം എനിക്കിവിടെ ആ സ്മെല്ല് ഭയങ്കര ഇറിറ്റേറ്റ് ആയതുകൊണ്ടാണ് ഞാനത് ഉപയോഗിക്കാത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നല്ലതാണ്. കാരണം മുട്ടയുടെ വെള്ള എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ അതിൻ്റെ യെല്ലോ പാർട്ട് എന്ന് പറയുന്നത് നമുക്ക് സെബത്തിൻ്റെ അളവ് കുറയ്ക്കണം. അതായത് നമുക്ക് മുഖക്കുരു ഉണ്ടാക്കാൻ മെയിൻ കാരണം എന്താ? സെബത്തിൻ്റെ അളവ് കൂടുമ്പോഴാണ്, ആ ഓയിൽ സെക്രേഷൻ കൂടുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ മുഖക്കുരും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അത് കുറയ്ക്കാനായിട്ടും ഓപ്പൺ പോസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നല്ല രീതിക്ക് ടൈറ്റൻ ചെയ്ത് വരാനായിട്ടും നമുക്ക് ഈ ഒരു യെല്ലോ പാർട്ട് ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, അപ്പോൾ ആയതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ വൈറ്റ് പാർട്ട് മാത്രമായിട്ട് എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇത് ഞാനിവിടെ വൈറ്റ് പാർട്ട് പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു മുട്ടയുടെ മതി, നമുക്ക് ഒരാഴ്ചകളത് മാത്രം ഉണ്ടാക്കി വെച്ചിരുന്നാൽ മതി കേട്ടോ. ഇനി നമ്മളിതിനകത്തേക്ക് ആഡ് കൊടുക്കാൻ പോകുന്നത് ആലോവേറ ജെല്ലാണ്. ആലോവേറ ജെല്ല് ഞാനിവിടെ കഴിഞ്ഞ തവണ കാണിച്ചിട്ടുണ്ടായിരുന്നു, വെള്ളം ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. നമുക്ക് ഈ ആലോവേറ ജെല്ല് ചേർക്കുന്നത് എന്തിനാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മുട്ട ഒഴികാതെ നമുക്ക് നമ്മുടെ സ്കിന്നിന് നല്ല രീതിക്ക് കട്ടിയിലിരിക്കാൻ വേണ്ടിയിട്ടാണ്. സാധാരണ മുട്ടയുടെ നിങ്ങൾക്ക് അറിയാം ഫേസിൽ ഉപയോഗിക്കാനായിട്ട് ഇച്ചിരി പാടാണ്, നമ്മൾ 2-3-4 തവണയൊക്കെ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കിതൊരു ജെൽ കൺസിസ്റ്റൻസിൽ അല്ലെങ്കിൽ ഒരു ക്രീം കൺസിസ്റ്റൻസിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആലോവേറ ജെല്ല് ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ആലോവേറ ജെല്ലല്ല എടുക്കുന്നത്. ഇത് നമ്മൾ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള, അതായത് സാന്തങ്ങമ്മ അതുപോലെ തന്നെ സിന്തറ്റിക്കിൻ്റെ പൗഡറൊക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടൊരു ജെൽ പ്രിപ്പറേഷൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഇടയ്ക്ക്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അത് വെച്ചിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ചലഞ്ച് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് 5 പേര് അതിന് വിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അവർക്ക് നമ്മുടെ ഷംനു ഓർഗാനിയുടെ ആലോവേറ ജെല്ല് ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് കോൺടാക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തുവാ, അതിൽ 1-2 പേര് റെസ്പോൺസ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി ഒരു 3 പേരും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ, അവർ കാണണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യുക. നമുക്ക് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളും അയച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു മുട്ട വെള്ളയ്ക്കകത്ത് ആലോവേറ ജെല്ല് ചേർക്കുന്നുണ്ട്. ആലോവേറ ജെല്ലല്ല, ശരിക്കും ഇത് വെള്ളം കൊണ്ട് ഉപയോഗിച്ചുണ്ടാക്കിയിട്ടുള്ള ജെല്ലാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് നല്ല രീതിക്ക് അങ്ങ് ബീറ്റ് ചെയ്ത് കൊണ്ടുവരാം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മുട്ടയുടെ വൈറ്റ് ആണെങ്കിലും മഞ്ഞ ആണെങ്കിലും ചിലർക്ക് അലർജി ഉണ്ടാക്കും, തരിതരി ആയിട്ടുള്ള കുരുക്കൾ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ കുരുക്കൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്തേക്ക് ഒരു കാര്യം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കുരുക്കൾ വരുന്നവർ മാത്രം ഉപയോഗിച്ചാൽ മതി, അല്ലാത്തവർക്ക് ഇത് നിർബന്ധമില്ല കേട്ടോ. അത് വേറെ ആരുമില്ല, നമ്മുടെ ടീ ട്രീയുടെ എസെൻഷ്യൽ ഓയിലാണ്. അതുപോലെ തന്നെ ഇനി ഇതെല്ലാം അലർജി ആണെങ്കിൽ ദയവായിട്ട് ഇത് ഉപയോഗിക്കേണ്ട. ഞാൻ വീഡിയോ ചെയ്തു എന്നും പറഞ്ഞിട്ട് ഇത് കണ്ടു എന്നും പറഞ്ഞിട്ട് എടുത്ത് ഉപയോഗിക്കരുത്. ഇതിനേക്കാളും നല്ല നല്ല വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സ്കിന്നിൽ സൂട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എസെൻഷ്യൽ ഓയിൽ ഒരു 2-3 ഡ്രോപ്സ് ഇതിനകത്തേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് അങ്ങ് ബീറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ചില സമയങ്ങളിൽ ഈ ഒരു എസെൻഷ്യൽ ഓയിൽ കൂടി അലർജി ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്യുക, എല്ലാ റിസ്ക് എടുത്ത് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങളുടെ ഫേസ് ദയവ് ചെയ്ത് കേട് വരുത്തരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതുകൂടി ചേർത്ത് നല്ല രീതിക്ക് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിനകത്തേക്ക് ഒരു കാര്യം കൂടി ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു ജെല്ലങ്ങ് റെഡി ആയി കിട്ടും കേട്ടോ. അത് വേറെ ആരുമല്ല, നമ്മുടെ ബീട്രൂട്ടിൻ്റെ പൗഡറാണ്. ഓക്കെ, ബീട്രൂട്ട് പൗഡർ, നിങ്ങൾക്ക് ഓറഞ്ചിൻ്റെ പൗഡർ, ബീട്രൂട്ടിൻ്റെ പൗഡർ ഇതിലേതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചേർക്കുന്നത് ബീട്രൂട്ടിൻ്റെ എക്സ്ട്രാക്റ്റാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഗ്ലിസറിനകത്ത് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള എക്സ്ട്രാക്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മാക്സിമം പൗഡർ ഉണ്ടെങ്കിൽ പൗഡർ ചേർത്ത് കൊടുക്കുക. ഇനി അതല്ല
അതല്ല ജ്യൂസിൻ്റെ ആ ഒരു രീതിക്കാണ് നിങ്ങൾ ചേർക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ആലോവേറ ജെല്ല് ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ മാക്സിമം പൗഡറായിട്ട് ഉപയോഗിക്കാനായിട്ട് നോക്കുക. ബീട്രൂട്ടിൻ്റെ പൗഡറോ അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ പൗഡറോ നിങ്ങൾ ഇതിനകത്ത് മിക്സ് ചെയ്യുക. എന്നിട്ട് നല്ല രീതിക്ക് അങ്ങ് മിക്സ് ചെയ്ത് കൊണ്ടുവരാം. നമ്മൾ ഇപ്പോൾ ബീട്രൂട്ടിൻ്റെ എക്സ്ട്രാക്ട് ഇതിപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചിട്ട് നിങ്ങൾ വരാം. ഞാൻ ഇതിന് മുൻപ് ഇപ്പോൾ ചെയ്തതല്ല, കുറച്ച് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ക്യാരറ്റിൻ്റെ ഒരു വീഡിയോ. ക്യാരറ്റ് വെച്ചിട്ട് എങ്ങനെ ക്രീം തയ്യാറാക്കാം, നല്ല നാച്ചുറലായിട്ട് കേട് വരാതിരിക്കാൻ വേണ്ടിയുള്ള എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ദയവായിട്ട് ലിങ്ക് ചോദിക്കരുത്, നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ ഗ്ലിസറിനകത്ത് നമ്മൾ ഡിപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്, ക്യാരറ്റ് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ ഒന്ന് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഇതെങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പൗഡർ അങ്ങ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അത്രേ ഉള്ളൂ, വളരെ ഈസിയാണ്. നമ്മളത് ആ മുട്ടയും അതുപോലെ തന്നെ ആ ഒരു ജെൽ കൺസിസ്റ്റൻസി ആയിട്ടുള്ള നമ്മുടെ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ആലോവേറ ജെല്ലും, ആലോവേറ ഇല്ല അതിനകത്ത്, വെറും വെള്ളം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ ആ ജെല്ലും അതുപോലെ തന്നെ ഒരു മുട്ടയുടെ വൈറ്റ് കളറും പിന്നെ ഈ പറഞ്ഞ ബീട്രൂട്ടിൻ്റെ എക്സ്ട്രാക്റ്റും, ഇത്രേ ഉള്ളൂ. എസൻഷ്യൽ ഓയിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇത് നമ്മളങ്ങ് ക്രീം കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് അല്ലെങ്കിൽ ജെൽ കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫേസിൽ നല്ല കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ആരും തിന്നായിട്ട് അപ്ലൈ ചെയ്യേണ്ട, നല്ല തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തോളൂ. എന്നിട്ട് ഒരു 25 അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ് ഫേസിൽ വെക്കുക. അതിൽ കൂടുതൽ വെക്കാൻ പറ്റുക അത്രയും നല്ലത്. അതല്ലാന്നുണ്ടെങ്കിൽ 25-30 മിനിറ്റ് വെച്ചതിന് ശേഷം ഒന്ന് ഇച്ചിരി അങ്ങ് ടൈറ്റ് ആവുന്ന സമയത്ത് നമുക്കിതങ്ങ് വാഷ് ചെയ്ത് വരാവുന്നതാണ്. പ്ലെയിൻ വാഷ് ഉപയോഗിച്ച് കഴുകുക. എന്നിട്ടൊരു 3 മണിക്കൂറോ അല്ലെങ്കിൽ 4 മണിക്കൂർ ശേഷം നിങ്ങൾക്ക് ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകാം. കാരണം ചെറിയ രീതിക്ക് ആ ഒരു സ്മെല്ല് വരും കേട്ടോ. എഗ് വൈറ്റ് ആണെങ്കിൽ പോലും ചെറിയ രീതിക്ക് അതിൻ്റെ സ്മെല്ല് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ ഒരു ദിവസം ഇടവിട്ടിട്ട്, അതായത് ഇന്ന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഉപയോഗിക്കാൻ പാടില്ല, മറ്റന്നാൾ ഓക്കെ ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഈ രീതിക്ക് നിങ്ങളുടെ സ്കിൻ കെയർ റൊട്ടീനിൽ ഇത് ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി റിസൾട്ടായിരിക്കും. നിങ്ങളുടെ സ്കിന്ന് നല്ല രീതിക്ക് വൈറ്റെയിൻ ചെയ്യും. മാത്രമല്ല പാടും കാര്യങ്ങളെല്ലാം പോയിട്ട് നിങ്ങളുടെ സ്കിന്ന് നല്ലൊരു ഗ്ലോയിങ് ലുക്ക് കൂടി നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്നും ഈ വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു ജെൽ ക്രീം, നിങ്ങളൊന്ന് മുട്ടയുടെ ജെൽ ക്രീം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന് അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇനിയും അടുത്തൊരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരായിരിക്കും. ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.